അങ്ങനെ ഫൈനലി ആപ്പിൾ വീക്ക്ലി അപ്ഡേറ്റ് സ്കെഡ്യൂളിലേക്ക് മാറിയേക്കുവാണ്. കാരണം അടുത്ത മാസം സെപ്റ്റംബറിൽ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോടെ നമുക്ക് iOS 18 നമ്മുടെ എല്ലാം ഡിവൈസുകളിലേക്ക് ഒഫീഷ്യലി അനൗൺസ് ആവും. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2 അപ്ഡേറ്റ് വീതമാണ് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ iOS 18.1 ബീറ്റ 2ൻ്റെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സും ചേഞ്ചസും എല്ലാം ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നത് എല്ലാ യൂസേഴ്സിനും, എല്ലാ ബീറ്റ ടെസ്റ്റേഴ്സിനും വരത്തില്ല. കാരണം ഇത് 15 പ്രോയിലും 15 പ്രോ മാക്സ് ഡിവൈസുകളിലും മാത്രമേ ഉള്ളൂ. രണ്ടാമത് ഈ ഒരു അപ്ഡേറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1.48, അതായത് 1.5 GB അടുത്തുണ്ട്. വേർഷൻ നമ്പറിലേക്ക് പോകും 22B5023E എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ഗെറ്റിംഗ് ക്ലോസർ. കാരണം ചുരുക്കം ചില അപ്ഡേറ്റ് കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് റിലീസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ വക്കിലെത്തി നിൽക്കുവാണ് നമ്മൾ. ഇതിൽ മോഡം ഫേംവെയർ ചേഞ്ചും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2.16.00 എന്നുള്ളതാണ്. പ്രീവിയസ്ലി അത് 2.15.01 എന്നുള്ളതായിരുന്നു. ഇതിൽ ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ലോക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ iOS 18 നമുക്ക് ആപ്ലിക്കേഷൻസ് ലോക്ക് ചെയ്യാൻ സാധിക്കും. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് റിക്വയർഡ് ഫേസ് ID എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്ലിക്കേഷൻസിനും ലോക്ക് ചെയ്യാൻ സാധിക്കും. പ്രീവിയസ്ലി നമ്മൾ ലോക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഞാനിവിടെ YT സ്റ്റുഡിയോ ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പ്രീവിയസ്ലി എനിക്ക് കാണത്തില്ലായിരുന്നു. അതായത് അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് കാണാൻ സാധിക്കത്തില്ലായിരുന്നു. കാരണം ആപ്ലിക്കേഷൻ ലോക്ക് ആയതുകൊണ്ട് തന്നെ പല അവസരങ്ങളിലും അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലോക്ക്ഡ് ആപ്ലിക്കേഷൻസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് ഇനി മുതൽ നമുക്ക് കാണാൻ സാധിക്കും. 2 ലോക്ക് സ്ക്രീനിലെയും ഹോം സ്ക്രീനിലുമായിട്ട് കുറച്ച് വന്നേക്കുന്ന മാറ്റങ്ങളാണ്. അതിലൊന്ന്, നമ്മുടെ ഡാർക്ക് മോഡ് ഐക്കൺസ് നമുക്ക് ഒപ്റ്റിമൈസ് ആക്കിയിട്ടുണ്ട് ആപ്പിൾ. കുറേയധികം പുതിയ ആപ്ലിക്കേഷൻസിലേക്ക് ആപ്പിൾ ഡാർക്ക് മോഡ് ഐക്കൺസ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീവിയസ്ലി നമുക്ക് വാട്സാപ്പിനൊക്കെ ലാർജ് ഐക്കൺസിലേക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളായിരുന്നു വാട്സാപ്പിനൊക്കെ നമുക്ക് ഡാർക്ക് മോഡ് ലഭിക്കത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് സ്മോൾ ഐക്കൺസിനും ഇപ്പോൾ ആ ഡാർക്ക് മോഡ് ലഭിച്ചിട്ടുണ്ട്. ഇതേ ഡാർക്ക് മോഡ് ഐക്കൺസ് നമുക്ക് ഇനി മുതൽ നോട്ടിഫിക്കേഷൻ സെൻറ്ററിലും ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ നോട്ടിഫിക്കേഷൻസിൻ്റെ അതാത് ഐക്കൺസിൻ്റെ കളർ മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രീവിയസ്ലി ഇങ്ങനെ അല്ലായിരുന്നു. കൺട്രോൾ സെൻറ്ററിനോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസിലും ഹോം സ്ക്രീനിൽ പോപ്പപ്പ് ആവുന്ന നോട്ടിഫിക്കേഷൻസിലും നമുക്ക് ഈ ഒരു ഡാർക്ക് മോഡ് ഐക്കൺസ് കാണാൻ സാധിക്കും. അടുത്തത് ലോക്ക് സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇനി മുതൽ നമുക്ക് ലോക്ക് സ്ക്രീനിലെ വാൾപേപ്പേഴ്സ് സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു തീമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഐക്കൺസും ലിങ്ക്ഡ് ആണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ വാൾപേപ്പർ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ എഡിറ്റ് കസ്റ്റമൈസേഷൻ ഓപ്ഷനിൽ പോയിട്ട് ടിൻറ്റഡ് ഐക്കൺസ് ആണ് ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നാൽ ഇനി ഞാനിത് ലോക്ക് ചെയ്തതിന് ശേഷം അടുത്തൊരു വാൾപേപ്പറിലേക്ക് പോവുകയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഇതേ സെയിം ടിൻറ്റഡ് ഐക്കൺസ് നമുക്ക് അടുത്ത വാൾപേപ്പറിൽ ലഭിക്കുമായിരുന്നു. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. ഇവിടെ ഞാൻ അടുത്ത വാൾപേപ്പറിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഞാൻ ഏത് ഐക്കൺസ് ആണോ സെറ്റ് ചെയ്തേക്കുന്നത് അത് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ്. അതായത് വാൾപേപ്പറും ഐക്കൺസും ലിങ്ക്ഡ് ആണ്. സെറ്റിങ്സിൽ ആപ്പിൾ ID അക്കൗണ്ട് ഓപ്ഷനിൽ iCloudൻ്റെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഡാർക്ക് തീംഡ് ആയിട്ടുള്ള ഐക്കൺസ് കാണാൻ സാധിക്കും. അക്കൗണ്ട് സെറ്റിംഗ്സിലും ഡാർക്ക് തീംഡ് ഐക്കൺസ് കാണാം. iOS 18 റിലീസ് ചെയ്തപ്പം ആഗ്രഹിച്ച ഒരു മാറ്റം ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള, അതായത് നിങ്ങളിവിടെ കാണുന്ന പോലെ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യാനും ബ്ലൂടൂത്ത് ഡിസേബിൾ ചെയ്യാനുമുള്ള ഒരു ഡെഡിക്കേറ്റഡ് പ്ലാറ്റർ ആപ്പിൾ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ ഇറങ്ങിയ അപ്ഡേറ്റിൽ നമുക്ക് നെറ്റ്വർക്ക് ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് കണക്ടിവിറ്റി ഓപ്ഷനിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെല്ലുലാർ ഡാറ്റ ബ്ലൂടൂത്ത് ഓപ്ഷൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഫൈനലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് സെല്ലുലാർ ഡാറ്റ പ്ലാറ്റർ ആപ്പിൾ ഇപ്പം കൺട്രോൾ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതേ സെയിം സാധനം ചെറിയൊരു മാറ്റത്തോടെ നമ്മുടെ ലോക്ക് സ്ക്രീനിലും കൊണ്ടുവന്നിട്ടുണ്ട്. ലോക്ക് സ്ക്രീനിൻ്റെ ഗിഫ് ഐക്കണിൽ വന്നിരിക്കുന്ന ചേഞ്ചാണ്. സെല്ലുലാർ ഡാറ്റയുടെ ഐക്കൺ ഇതല്ലായിരുന്നു, ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്താണ്. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഈ ഒരു രീതിയിലായിരുന്നു. നിങ്ങൾക്കിവിടെ കാണാം പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഗിഫ് ഐക്കൺ ഇതായിരുന്നു. ഒപ്പം പുതിയ 2 കൺട്രോൾസും ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാപ്ചർ ഓപ്ഷനിൽ സ്കാൻ കോഡ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ, അതോടൊപ്പം മറ്റ് ചില ഗിഫ് ഐക്കണിലും ആപ്പിൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇതേ ചേഞ്ചസ് കൺട്രോൾ സെൻറ്ററിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഹോം സ്ക്രീനിൽ നിങ്ങൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് എഡിറ്റ് ഓപ്ഷനിൽ പോയാൽ ആഡ് വിജിറ്റ് കസ്റ്റമൈസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനോടൊപ്പം തന്നെ ആപ്പിൾ ഇപ്പം എഡിറ്റ് പേജ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേജുകൾ അഡ്ജസ്റ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കുന്നതാണ്. ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. സെറ്റിംഗ്സിൽ ഇത് നമുക്കറിയാം iOS 18.1ലും iPhone 15 Pro 15 Pro Max സീരീസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ഫംഗ്ഷനാലിറ്റി ഇപ്പം നിലവിലുള്ളൂ, അല്ലെങ്കിൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ആനിമേഷനിൽ നമുക്ക് ചെറുതായിട്ട് ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ആനിമേഷൻ ആപ്ലിക്കേഷൻസ് ഐക്കൺസ് എല്ലാം വോബിൾ ചെയ്യുന്ന കാണാൻ സാധിക്കും. പ്രീവിയസ്ലി അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ബഗ് കാണാം. സെറ്റിങ്സിൻ്റെ ഐക്കണിൽ വന്നിരിക്കുന്ന ഒരു ബഗ്. കാരണം ഇതൊരു ബീറ്റ OS ആണ്. ബീറ്റ എന്ന് പറയുന്നത് തന്നെ ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിങ്ങിൽ റൺ ചെയ്യുന്ന OSന് ധാരാളം ബഗ്ഗുകൾ കാണും.
സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെയുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രൈമറി ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ യാതൊരു കാരണവശാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യല്ലേ എന്നുള്ളത്. പിന്നീട് കുറേയധികം സ്പ്ലാഷ് സ്ക്രീൻ ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒന്നാമത്തത് ഫോട്ടോസ് ആപ്പിലാണ്. ഓൾ ന്യൂ ഡിസൈൻ, ന്യൂ കളക്ഷൻസ് ആൻഡ് ഫുള്ളി കസ്റ്റമൈസബിൾ ഓപ്ഷനും ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ അടിമുടി ആപ്പിൾ ഫോട്ടോസ് ആപ്പിനെ ഒന്ന് റീവാമ്പ് ചെയ്തായിരുന്നു iOS 18-ൽ. എന്നാൽ ഇപ്പോൾ അതിന് കുറേയധികം മാറ്റങ്ങൾ അതിനകത്ത് തന്നെ ആപ്പിൾ ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ ഓരോ അപ്ഡേറ്റിലും കൊണ്ടുവരുന്നുണ്ട്. കാരണം പ്രീവിയസ്ലി നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമായിരുന്നു, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും കൊറോൾസൽ സ്വൈപ്പ് ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് ധാരാളം ഓപ്ഷൻസിലേക്ക് പോകായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറ്റി ഒഴിവാക്കിയിട്ട് ആപ്പിൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ടാബുകളാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അതുപോലെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഈ ഒരു ആൽബംസ് ഓപ്ഷൻ പ്രീവിയസ്ലി ഉണ്ടായിരുന്നത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു. എന്നാൽ ഇപ്പം അത് ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതോടൊപ്പം ഏറ്റവും താഴെ നമുക്ക് കസ്റ്റമൈസ് ആൻഡ് റീ ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഫോട്ടോസ് ആപ്പിനെ റീ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഇതിൽ വന്നൊരു കിഡിലോസ്കി ആയിട്ടാണ് സഫാരിയിൽ കൊണ്ടുവന്ന ഹൈഡ് ഡിസ്ട്രാക്ഷൻ എന്നുള്ള ഒരു ഫീച്ചർ. അതായത് ഇവിടെ നമ്മൾ സഫാരി ഓപ്പൺ ചെയ്തു. സഫാരിയിൽ നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ഡിസ്ട്രാക്റ്റിംഗ് ഐറ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ എന്താണോ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അതൊരു താനോസ് മോഡിലേക്ക് പോകുന്നതായിരിക്കും. താനോസ് മോഡിൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇതിൻ്റെ ആനിമേഷൻ കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഏത് പോർഷനാണോ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് ജസ്റ്റ് ഹൈഡിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം അത് വേപ്പറൈസ് ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനും അല്ലെങ്കിൽ അറിയാൻ സാധിക്കും. താഴെ നിങ്ങൾക്ക് കാണാം 3 ഐറ്റം ഹിഡൻ എന്ന് കാണാൻ സാധിക്കും. വൺസ് ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ എല്ലാം ഹിഡൻ ചെയ്ത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ സംഭവം അവിടെ കാണത്തില്ല. എന്നാൽ ഇതേ കാര്യം നിങ്ങൾക്ക് റിവേർട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഹൈഡ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്തിട്ട് ഷോ ഹിഡൻ ഐറ്റം എന്ന് പറഞ്ഞ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷോ എന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും അതേ കാര്യങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. പിന്നീട് ഫോൺ ആപ്പിൽ ചെറിയൊരു വ്യത്യാസം UI ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പഴയ വെയിറ്റ് ആണ്. അപ്പോൾ അതിൽ വ്യത്യാസം നിങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ റീസെൻറ്റ് ടാബിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ റീസെൻറ്റ് ടാബിൽ ഇങ്ങനെയായിരുന്നു. അതായത് നമുക്കിവിടെ ആ ഒരു പേരിൻ്റെ സൈഡിൽ കോൾ ചെയ്യേണ്ട ഐക്കണും വീഡിയോ കോൾ ആണെങ്കിൽ അത് അല്ലെങ്കിൽ നോർമൽ കോൾ അതിൻ്റെ ഐക്കണും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ആ ഒരു സൈഡിലുള്ള ഐക്കൺ ഒഴിവാക്കി ആപ്പിൾ ഈ ഒരു ഐക്കണാണ് തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽ ആണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്, ആക്റ്റീവ് ആണ്. പിന്നീട് വന്ന ചെറിയ ചേഞ്ച് മ്യൂസിക് ആപ്പിനകത്താണ്. ഒരു ചെറിയ വെർബൽ ചേഞ്ച് ആണ്. ഇവിടെ ബ്രൗസ് എന്നുള്ളത് മാറി ഇപ്പം ന്യൂ എന്നുള്ളതാക്കിയിട്ടുണ്ട്. സെറ്റിംഗ്സിൽ പ്രൈവസി ഓപ്ഷനിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിൽ ഏറ്റവും താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഡെഡിക്കേറ്റഡ് ടാബിൽ ആപ്പിളിൻ്റെ മികച്ച 2 സെക്യൂരിറ്റി ഓപ്ഷൻസും ഇവിടെ ഈ ഒരു സെറ്റിംഗ്സ് ഓപ്ഷനിൽ നിന്ന് തന്നെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും അതിൻ്റെ സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നീട് ജനറൽസിൽ ഐഫോൺ സ്റ്റോറേജ് ഓപ്ഷനിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് അതിനുവേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ടാബ് ആപ്പിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഹിഡൻ ആപ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യുന്ന ആപ്സിൻ്റെ സകല ഡീറ്റെയിൽസും ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ജനറലിൽ തന്നെ മറ്റ് ചില അഡീഷണൽ ഓപ്ഷൻസിൻ്റെ അല്ലെങ്കിൽ സെറ്റിംഗ്സിൻ്റെ ഗിഫ് ഐക്കൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓട്ടോഫിൽ ആൻഡ് പാസ്വേഡ്, ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ്, താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ലീഗൽ ആൻഡ് റെഗുലേറ്ററി എന്ന് പറയുന്ന ഓപ്ഷൻസിൻ്റെ ഗിഫ് ഐക്കൺ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, ബാറ്ററി, ബഗ് ഫിക്സുകളെ പറ്റി പറയുമ്പം ഒന്നാമത്തെ കാര്യം നെറ്റ്വർക്ക് ഇഷ്യൂ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കുറച്ചും കൂടെ സ്റ്റേബിൾ ആക്കിയിട്ടുണ്ട്. ഒന്നാമത് നമുക്ക് നെറ്റ്വർക്ക് കവറേജ് ചില സമയങ്ങളിൽ എനിക്ക് ലോസ്റ്റ് ആകുന്ന അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഒട്ടും കവറേജ് ഇല്ലാത്ത ഇഷ്യൂസ് പലതവണ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് സ്കെയിലിംഗ് ആണ്. ഈ ഐക്കൺസ് നമ്മൾ ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് സ്കെയിലിംഗ് ചിലപ്പം കൃത്യമായിട്ട് വർക്കാകുന്നില്ല. ഈ ലാർജ് ഐക്കൺ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് സ്കെയിലിംഗ് പ്രോപ്പർ അല്ലാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത് പ്ലേസ് ഹോൾഡറാണ്. ഐക്കൺസ് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നത്, അവിടെ ഇവിടെയൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നത് ആ പ്ലേസ് ഹോൾഡർ പ്രോപ്പറായിട്ടല്ലായിരുന്നു ഫംഗ്ഷൻ ചെയ്യുന്നത്. എന്നാൽ ഇപ്പം ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ അത് പാച്ച് ചെയ്തിട്ടുണ്ട്. ഫൈനലി ബാറ്ററി ആൻഡ് പെർഫോമൻസ്. ബാറ്ററിയുടെ കാര്യം നമുക്കറിയാം ഏറ്റവും മുകളിലാണ് ഇപ്പോൾ ഓപ്ഷനുള്ളത്. ബാറ്ററി ഹെൽത്ത് 90% ആണ്. 388 എൻ്റെ ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത്. നോർമലാണ്, വളരെ റഫായിട്ട് തന്നെയുള്ള യൂസേജ് ആണ്. സോ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഓൾമോസ്റ്റ് 1 ഇയർ ആകുന്നു അടുത്ത മാസം ആകുമ്പോൾ. ഇനി ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ശോകം തന്നെയാണ് തീർച്ചയായിട്ടും. ഒരു ദിവസം എനിക്ക് 2 പ്രാവശ്യം ഞാൻ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അത് കാരണം വെയിറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രൈമറി ഡിവൈസിൽ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യല്ലേ. കാരണം ഇതെൻ്റെ പ്രൈമറി ഡിവൈസാണ്, ഇതിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഡെയിലി യൂസിൽ എങ്ങനെ നോക്കിയാലും നമുക്കൊരു എങ്ങനെ നോക്കിയാലും 2 ടൈം ഇത് ചാർജ് ചെയ്യേണ്ടി വരും. എന്നാൽ പ്രീവിയസ് അപ്ഡേറ്റിൽ എനിക്ക് അത്രയും പ്രോബ്ലം ഇല്ലായിരുന്നു. എന്നാൽ iOS 17 യൂസ് ചെയ്ത സമയത്ത് ഈ പ്രോബ്ലം ഇല്ലായിരുന്നു. കാരണം ഇത് ബെയ്റ്റ അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പെർഫോമൻസിലേക്ക് വരുമ്പം എനിക്കങ്ങനെ ലാഗോ സ്റ്റട്ടറിങ്ങോ ഒന്നും ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഉണ്ടായിട്ടില്ല. എന്നാൽ പ്രീവിയസ് അപ്ഡേറ്റിൽ ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഒരു പ്രാവശ്യം കോൾ ചെയ്യാൻ പോയ സമയത്ത് കംപ്ലീറ്റ്ലി ഡിവൈസ് ഫ്രീസ് ആവുകയും
കുറേ നേരം എനിക്ക് തോന്നുന്നു ഒരു 3-4 മിനിറ്റിന് ശേഷമാണ് ഡിവൈസ് ഒന്ന് റീബൂട്ടായി അതും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. സോ അതുവരെ ഞാൻ പവർ ബട്ടണും ഈ ഒരു വോളിയം റോക്കറും പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അത് പ്രോപ്പറായിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ റീസ്പ്രിങ് ചെയ്ത് ഒന്ന് വന്നത്. സോ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് അങ്ങനെ ഒരു സ്റ്റക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഇതുവരെയുള്ള യൂസേജിൽ എനിക്ക് പ്രോബ്ലംസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. എനിവേ ഫ്യൂച്ചർ ഡേയ്സിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് iOS 18.1 ബീറ്റ 2 പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഈസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.